ശിശുപാലൻ വഴക്ക് പറഞ്ഞപ്പോഴും എന്താ ചെയ്തേ? ശിശുപാലൻ അങ്ങനെ ചീത്ത പറയാ. അപ്പോൾ പലരും ചാടി, ഭീമസേനൻ ചാടി, എല്ലാവരോടും പറഞ്ഞു ഇരിക്കൂ അവൻ പറയട്ടെ. എന്നിട്ട് ലാസ്റ്റ് 100 ചീത്ത പറഞ്ഞോട്ടെ, അതുവരെ ഭഗവാൻ ക്ഷമിച്ചു. വിവരമുള്ളവർ കുറേ സമയം ക്ഷമിക്കും. പിന്നെന്താ മുത്തശ്ശി പറയാ? ഏറെ കുത്തിയ ചേരിയും കടിക്കും ഇല്ലേ? ഭഗവാൻ അങ്ങനെ ക്ഷമിച്ചിരുന്ന് ആ സമയത്ത് നാരദ മഹർഷി ധർമ്മപുത്രരോട് പറയാണ്, ധർമ്മപുത്രരെ, അങ്ങ് എന്നെ ഒന്ന് തൊട്ടോളൂ, ഇപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാം. എന്താ പറഞ്ഞേ? ഈ 100 ചീത്ത കഴിഞ്ഞതും സുദർശനാണ്. ഭഗവാന്റെ കയ്യിൽ 2 ആയുധങ്ങളാണ്, ഗദയുണ്ട്, ചക്രമുണ്ട്. ഈ സുദർശനം ദർശനം കണ്ടാൽ തന്നെ അത് സുവാണ്. അങ്ങടെ അയച്ചു, ചക്രം അയച്ചു, ശിശുപാലൻ്റെ ശിരസ്സറുത്ത് താഴെ വീണു. ആ സമയത്ത് ആ ജീവചൈതന്യം, ആ ജീവാത്മാവ് കൃഷ്ണൻ്റെ കാൽ ചുവട്ടിൽ വന്ന് അങ്ങോട്ട് വിലയം പ്രാപിച്ചു. ഇതെല്ലാവർക്കും കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് നാരദ മഹർഷി ധർമ്മപുത്രരെ എന്നെ ഒന്ന് തൊട്ടോളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ധർമ്മപുത്രർ പറയാ മഹാഭാരതത്തിൽ, അഹോ അനന്തകാരുണ്യം കൃഷ്ണസ്യ മഹാത്മന. ഹേ കൃഷ്ണ, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഭഗവാനായ കൃഷ്ണനോട്, ഭഗവാനെ എത്ര വഴക്ക് പറഞ്ഞു, അങ്ങയുടെ ഒരു കാരുണ്യം എത്ര വലുതാണ് എന്ന് പറയാം.